കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനം. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് മർദ്ദിച്ചത്. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രാത്രി രോഗിയുമായി കൊട്ടിയം കിംസ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഒരു രോഗിയുമായി പോയ ആംബുലൻസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എന്താണ് സംഭവത്തിന് കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങൾക്കാസ്പദമായ സംഭവം ഉണ്ടായത്. പത്തനാപുരത്തുള്ള ഒരു സ്വകാര്യ ആംബുലൻസാണ് അവിടെ നിന്നും ഒരു രോഗിയെ കൊട്ടിയത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പത്തനാപുരം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന 3 യുവാക്കൾ വാഹനം തടഞ്ഞു നിർത്തുകയും അതുപോലെ തന്നെ ഈ ഡ്രൈവറെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അതിൽ വ്യക്തമായി കാണാൻ കഴിയും. ആംബുലൻസിൻ്റെ സൈഡ് മിറർ തകർക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അസഭ്യം പറയുന്നു. ഡ്രൈവറെ ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3 യുവാക്കൾക്കായിട്ട് ഇപ്പോൾ അന്വേഷണം ഊർജിതമായി തുടരുന്നു. എന്തായാലും ഈ അക്രമത്തിൽ പരിക്കേറ്റ ഈ ആംബുലൻസ് ഡ്രൈവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു സ്ഥിതി ശാന്തമാക്കിയത് നാട്ടുകാർ ഇടപെട്ടാണ്. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ ആംബുലൻസിൽ ഉള്ള രോഗിയും കൊണ്ട് അയാൾ വാഹനം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് കേസെടുത്തിട്ട് അന്വേഷണം ഊർജിതമായി തുടരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കേട്ടോ, ഈ 3 അംഗ സംഘം ആംബുലൻസ് തടഞ്ഞു നിർത്തി വാഹനം കുറുകെ ഇട്ട് നടത്തിയ ആക്രമണമായിരുന്നോ വിനീഷ്? ടോം, സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പത്തനാപുരത്ത് നിന്നും രോഗിയുമായിട്ട് കൊട്ടിയത്തുള്ള ആശുപത്രിയിലേക്ക് ഈ ആംബുലൻസിൽ വരുമ്പോൾ തന്നെ മുന്നിൽ ഇവർ ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിന്നിൽ നിന്നും ആംബുലൻസ് ഹോൺ മുഴക്കി ഇവർ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്തി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇനി ഈ പ്രതികളെ പിടികൂടിയെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി ഇങ്ങനെയാണ് പറയുന്നത്. സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഹോൺ മുഴക്കിയത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ്. ഉടൻ തന്നെ ഇവർ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു, അസഭ്യം പറയുകയായിരുന്നു എന്നാണ് ഈ ഡ്രൈവറുടെ മൊഴിയിൽ പറയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ടോം, ഗൗരവമായിട്ട് അന്വേഷിക്കുന്നു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ പ്രതികൾ എന്ന് ആരോപിക്കുന്ന ഇവർ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ ഈ 3 യുവാക്കൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർ പിടിയിലാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ടോം, വിനീഷ്, ഇങ്ങനെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇങ്ങനെ ആംബുലൻസ് തടഞ്ഞു നിർത്തുന്നു, ആംബുലൻസിന് കുറുകെ വാഹനമിട്ട് ഡ്രൈവറെ മർദ്ദിക്കുന്നു. ആ സമയത്ത് വാഹനത്തിൽ രോഗികൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധമൊന്നും ഉണ്ടായില്ലേ? തീർച്ചയായും ടോം, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ആംബുലൻസിനുള്ളിൽ രോഗി കിടക്കുന്നതായി കാണാം. രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഉൾപ്പെടെ ആ ആംബുലൻസിലുണ്ട്. നമുക്കറിയാം, അത്യാഹിത വിഭാഗവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഉള്ളത്. അപ്പോൾ ഈ ജീവനും കൊണ്ടാണ് പോകുന്നത്. ഒരു അത്യാഹിത വിഭാഗത്തിൽ തന്നെ ഉള്ള ഒരു രോഗിയെ പെട്ടെന്ന് തന്നെ അടിയന്തര ശുശ്രൂഷയ്ക്കായിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സാഹചര്യമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. ഇത്തരം ഈ രോഗികളുമായിട്ട് പോകുന്ന ആംബുലൻസ് ഡ്രൈവർമാരെ തടഞ്ഞു നിർത്തുന്നു, ഇവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ രോഗിക്ക് ആ സമയം എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ മറ്റുള്ളവർ ഉത്തരവാദികളായി മാറേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസ് അത്തരത്തിൽ തന്നെയാണ് ഒരു വിഷയം കാണുന്നതും. പക്ഷേ എന്തായാലും
പത്തനാപുരം സ്വദേശികളായിരുന്നു ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗികളടക്കം. ഇവരെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് ഡ്രൈവർ അടുത്ത ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും അത്രയും സമയം ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു രംഗം വഷളായ സാഹചര്യം എത്തി. പിന്നിൽ വന്ന ഒരാളാണ് ഈ ദൃശ്യങ്ങൾ ഇവിടെ അയാൾക്ക് വളരെ വ്യക്തമാണ്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പ്രതികളുടെ മുഖം. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ? മദ്യലഹരിയിലോ മറ്റോ ആയിരുന്നു ആക്രമണം? ടോം, പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഇതുവരെയും ഈ 3 പേരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർ ഈ കൊല്ലം ജില്ലക്കാരാണോ ഇനി മറ്റേതെങ്കിലും ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വലിയ ഒരു തെളിവ് തന്നെയാണ്. ഇവർ ആക്രമിച്ചു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ അസഭ്യം പറയുന്നുണ്ട്. ഈ വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്തെ ഈ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഡ്രൈവറെയാണ് ഈ ഡോർ തുറന്ന് ആക്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ആ സമയം വെച്ചിട്ട് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രതികൾ പോകുന്ന വഴിയിൽ അടക്കമുള്ള ദൃശ്യങ്ങൾ കളക്ട് ചെയ്ത് ഉള്ള അന്വേഷണം ഊർജിതമാകുന്നുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഉടൻ തന്നെ ഇവർ പിടിയിലാകും എന്നാണ് പോലീസ് നിന്നും പറയുന്നത് കേട്ടോ.